ജയിച്ചു മക്കളെ. അങ്ങനെ സൗത്ത് ആഫ്രിക്ക വിൻ ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയുടെ സെമി പ്രതീക്ഷകൾ അങ്ങനെ വാനോളം ഉയർന്നിരിക്കുകയാണ്. ഇവിടെ വേണ്ടത് ഇനി സിംബാബ്വേയായിട്ടുള്ള മത്സരം ജയിക്കുക എന്നുള്ളത് മാത്രമാണ്. അതോടൊപ്പം തന്നെ വെസ്റ്റ് ഇൻഡീസുമായിട്ടുള്ള മത്സരവും ജയിക്കുക. 2 മത്സരങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ സുഖമായി നമ്മൾ സെമിയിലോട്ട് പോകും. ഓക്കെ, നെറ്റ് റൺ റേറ്റ് നോക്കി മറ്റവർ തോൽക്കാൻ വേണ്ടിയിട്ടും ഇവർ തോൽക്കാൻ വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിച്ചിരിക്കേണ്ട യാതൊരു വക കാര്യങ്ങളുമില്ല. സോ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ജയം നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇനി സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മാച്ചിലോട്ട് പോവുകയാണെങ്കിൽ ജഗീർ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. സൗത്ത് ആഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മാച്ച് ഇന്ത്യൻ ആരാധകരെ ഏറെ പ്രതീക്ഷയോടും ആകാംക്ഷയോടും കൂടി ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ്. അതിൽ സൗത്ത് ആഫ്രിക്ക ടോസ് കിട്ടി ആദ്യം ബോളിംഗ് തിരഞ്ഞെടുത്തു. മഹാരാജ ആയിരുന്നു ആദ്യം ബോൾ ചെയ്യാൻ വന്നത്. അതായത് സ്പിന്നിലാണ് തുടങ്ങിയത്. പക്ഷെ ശരിക്കും അടി കിട്ടി കേട്ടോ. വെസ്റ്റ് ഇൻഡീസിൽ നിന്ന് നല്ല അറഞ്ചും പുറഞ്ചും അടി കിട്ടി. പക്ഷേ ഒരു ബ്രേക്ക് ത്രൂ കൊണ്ടുവന്ന് റബാദയാണ്. റബാദയുടെ മൂന്നാമത്തെ ഓവറിലാണ് റബാദ വിക്കറ്റ് എടുക്കുന്നത്. അങ്ങനെ ഒരു വിക്കറ്റ് പോകുന്നു. അങ്ങനെ ആദ്യത്തെ 6 ഓവർ പവർ പ്ലേ പൂർത്തിയാകുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 6 ഓവറിൽ 54 റൺസിന് 4 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നാണ് 10 ഓവർ ആകുമ്പോഴേക്കും വെസ്റ്റ് ഇൻഡീസിന് 7 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. ഇവിടെ വെസ്റ്റ് ഇൻഡീസ് തകർച്ച നേരിട്ടു. ഇവിടെ വെസ്റ്റ് ഇൻഡീസ് തീർന്നു എന്ന് തോന്നുന്നിടത്തു നിന്നാണ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുന്നത്. അവിടെയാണ് നമ്മുടെ ജെയ്സൺ ഹോൾഡർ, എക്സ്പീരിയൻസ് ബാറ്റ്സ്മാൻ ആൻഡ് ബോളർ ഓൾറൗണ്ടർ ജെയ്സൺ ഹോൾഡർ 49 റൺസും അതുപോലെ തന്നെ റൊമാരിയോ ഷെപ്പേർഡ് 52 റൺസിൻ്റെയും നല്ല കനത്തൊരു പാർട്ട്ണർഷിപ്പ് ബിൽഡാകുന്നത്. ഈ ഒരു കൂട്ടുകെട്ടിൻ്റെ പിൻബലത്തോട് കൂടിയിട്ട് അവർ 20 ഓവറിൽ 176 റൺസ് നേടി. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ സൗത്ത് ആഫ്രിക്ക, മാർക്കം ഡീകോക്ക് ഇവരുടെ ഒരു പാർട്ട്ണർഷിപ്പ്, എൻ്റെ അമ്മോ, ഇതാണ് പവർ പ്ലേയിൽ കളിക്കേണ്ട ഒരു ചേസിങ്ങിന് വേണ്ട ഒരു പാർട്ട്ണർഷിപ്പാണ് ഇവർ തുടക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. നല്ലൊരു ബേസ്മെൻ്റാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇട്ടുകൊടുത്തത്. 2 പേരും 24 ബോളിൽ 47 റൺസ്, ഡീകോക്കും അതുപോലെ തന്നെ മാർക്കവും. അങ്ങനെ 2 പേരും ആ ഒരു സ്കോറിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെ ഡീകോക്ക് വീണു. അങ്ങനെ ഡീകോക്ക് ഔട്ടായിരിക്കുന്നു. പിന്നീട് റൈക്കിൾട്ടൺ വന്ന് മാർക്രത്തിന് നല്ല മികച്ച പിന്തുണ കൊടുത്തു. മാർക്രം ഒന്നും നോക്കിയില്ല, അടിച്ച് പറത്തി കളി ജയിപ്പിച്ചിരിക്കുന്നു. 46 പന്തുകളിൽ മാർക്രം 82 റൺസും വിജയത്തിൻ്റെ ശില്പിയായി മുന്നിൽ നിന്നപ്പോൾ 47 റൺസുമായി റൈക്കിൾട്ടൺ മാർക്രത്തിന് ഉറച്ച പിന്തുണ നൽകി. സോ അങ്ങനെ സൗത്ത് ആഫ്രിക്ക 9 വിക്കറ്റ് ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. 16.1 ഓവറിൽ സൗത്ത് ആഫ്രിക്ക ചേസിങ് കഴിഞ്ഞു. അങ്ങനെ സൗത്ത് ആഫ്രിക്ക നമ്മളെ T20 വേൾഡ് കപ്പ് 2026 സെമിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്, ക്വാളിഫൈ ചെയ്തിരിക്കുന്നു. ആ സൗത്ത് ആഫ്രിക്ക പോകുന്നതോടൊപ്പം തന്നെ നമ്മളെ ഇന്ത്യക്കുള്ള സെമി പ്രതീക്ഷ വാനോളം ഉയർത്തിയിട്ടാണ് പോകുന്നത്. സോ താങ്ക് യു സൗത്ത് ആഫ്രിക്ക, താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഇന്ത്യ വേഴ്സസ് സിംബാബ്വെ മാച്ച്. അപ്പോൾ ഇനി എല്ലാവരും ഉറ്റുനോക്കാൻ പോകുന്നത് ഇന്ത്യ സിംബാബ്വെ മാച്ചാണ്. നമുക്ക് ഇനി അത് കഴിഞ്ഞിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായി.